ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുളിച്ചിക്ക അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഒരു വർഷം മുന്നേ ഉണക്കി വെച്ചിരുന്ന പുളിച്ചിക്ക അച്ചാറാണ്. അപ്പോൾ പുളിച്ചിയെല്ലാം ഇപ്പോൾ വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഉണക്കി വെച്ചിരിക്കുന്ന പുളിച്ചിക്ക എടുത്ത് അച്ചാറിടാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ വെളുത്തുള്ളി, വറ്റൽമുളക്, കുറച്ച് കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ പൊടിച്ചെടുത്തത്, പിന്നെ അതിനാവശ്യത്തിനുള്ള പൊടികളായ കുറച്ച് മുളക് പൊടിയും അല്പം ഉപ്പും അല്പം ശർക്കരയും പിന്നീട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കായം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അച്ചാറിടുന്നതിലേക്ക് പോകാം. അതിനാവശ്യം ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയിലാണ് ഞാൻ കൂടുതലും അച്ചാറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലാവശ്യത്തിനുള്ള കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ ഇട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് എല്ലാം പൊട്ടി മൂത്ത് വരുമ്പോൾ നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളകും വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ ഒരുവിധമൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിൽ ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് മുന്നേ പുളിച്ചിക്കയിലിട്ട് ഉണക്കി വെച്ചത് കൊണ്ട് തന്നെ പുളിച്ചിക്കയിൽ നല്ല ഉപ്പുണ്ട്. അപ്പം ഇതിൽ കൂടി ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്കിനി പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം കായം, ഒരു കഷ്ണം കായം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഞാൻ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കരയും കൂടി ഞാൻ ഒരുമിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ എല്ലാം നല്ല പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടിയും കൂടിയാണ്. അത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി മിക്സാക്കി കൊടുക്കാമേ. ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് വിനാഗിരി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ ആ എണ്ണയൊക്കെ പിടിച്ച് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാമേ. ആ വിനാഗിരി കൂടി നല്ലപോലെ ഈ അരപ്പുമായി ഒന്ന് മിക്സായി തിളച്ച് വരുമ്പോഴാണ് നമുക്കിനി പുളിച്ചിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നല്ല മൂത്ത് പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഉലുവയും എല്ലാം പച്ചമുളകെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണക്കി വെച്ചിരുന്ന നമ്മളുടെ പുളിച്ചിക്ക ഇട്ട് കൊടുക്കാമേ. ഈ പുളിച്ചിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പൊടികളുമായി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാമേ. ഇതൊരു കുഞ്ഞ് സ്പൂണായതുകൊണ്ട് തന്നെ ഇളക്കാൻ നല്ല പാടായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അതിൽ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു സ്പൂണിലും കൂടി ആക്കണ്ടല്ലോ, അത് കരുതിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരുവിധം എല്ലാം മിക്സായിട്ടുണ്ട്. ഇനി ഒന്ന് കോരി മാറ്റി തണുക്കാൻ വയ്ക്കണം. അപ്പോൾ നമുക്കതിനെ വേറൊരു ബൗളിലേക്ക് കോരി തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് എന്തായാലും കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ കേട്ടോ.
എന്തായാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഗ്ലാസ് ബൗൾ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കിട്ട് വേണം ഇതിനെ സൂക്ഷിക്കാൻ. അപ്പോൾ ഞാൻ ആ ബൗളിലേക്ക് അതിനെല്ലാം ഇനി അടച്ച് നന്നായി സൂക്ഷിക്കാം. ഇത് ഉണക്കി സൂക്ഷിച്ചത് കൊണ്ട് പെട്ടെന്നത്